ഞാനിപ്പോ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിലാണോ അതോ ഒരു ഉല്ലാസയാത്രയിലാണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്ന ഒരു സാഹചര്യമാണ്. അതായത് അഷ്ടമുടിക്കായലിലെ ഏറ്റവും സുന്ദരമായ മൺട്രോത്തുരുത്ത് എന്ന ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ തുരുത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ ബോട്ടിൽ ഇപ്പോൾ വളരെ ശാന്തസുന്ദരമായ അഷ്ടമുടിക്കായലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കാം നമുക്ക്. ഈ വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകളുണ്ട്, ഒപ്പം തന്നെ കണ്ടൽ കാടുകളുണ്ട്, ചെമ്മീൻ കെട്ടുകളുണ്ട്. എല്ലാം വളരെ സുന്ദരമാണ്. ഇത്ര ശാന്തസുന്ദരമായ യാത്രയിലും ഈ യാത്രയെ ചൂടുപിടിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാരണം വിവിധ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ളവരുണ്ട്, പാർട്ടി അനുഭാവികളായിട്ടുള്ളവരുണ്ട്. അപ്പോ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പ്, കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നമുക്കൊപ്പം ആദ്യം ചേരുന്നത് നെന്മേനി തെക്ക് ഭാഗം അല്ലേ, തെക്ക് വാർഡിലെ 9ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. മൈക്കെടുത്ത് ഉപയോഗിച്ചോ. അപ്പോ സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള, കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലേ, നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ ഉള്ള കാര്യങ്ങൾ എന്താണ്? മൺട്രോതുരുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ടൂറിസം ഡെസ്റ്റിനേഷനാണ് മൺട്രോതുരുത്ത്. ഈ മൺട്രോത്തുരുത്തിൽ കഴിഞ്ഞ 10 വർഷമായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിനൊരു പരിഹാരം ഉണ്ടാകാൻ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ആ റോഡാണ് ഏറ്റവും വലിയ ഉദാഹരണം. മൺട്രോത്തുരുത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പോയിന്റാണിത്. ഇവിടെ എത്തുന്ന ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആ റോഡ്. ആ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. ഒന്നും ചെയ്തില്ലെന്നാണോ? അല്ല, ഈ ഗവൺമെന്റിനല്ലേ ചെയ്യാൻ പറ്റൂ, ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്. ആ ഗവൺമെന്റ് എന്ത് മേഖലയാണ് ഈ 10 വർഷമായിട്ട്? അതിനു മുൻപ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒരു യാത്ര നടത്തി. ആ യാത്രയുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി മൺട്രോതുരുത്തിൽ വരികയും മൺട്രോതുരുത്തിൽ വന്ന് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ ഉണ്ട് മൺട്രോത്തുരുത്തിൽ ഒരു പാക്കേജ്, മൺട്രോതുരുത്തിലെ ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് നടപ്പിലാക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പക്ഷെ ഈ പാക്കേജ് കഴിഞ്ഞ് ഇനി 6 മാസം കൂടിയുള്ള ഗവൺമെന്റ് കാലാവധി, ഈ 6 മാസം കൂടിയുള്ള കാലാവധിയുള്ള ഗവൺമെന്റ് ആ പാക്കേജിന് യാതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു വകയും മൺട്രോതുരുന്ന് യാതൊന്നും ചെയ്തില്ല. സംഭവം പിള്ളേർക്ക് ഇപ്പൊ അറിയത്തില്ല. കാരണം ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ, കാരണം അങ്ങനെ സംഭവം ഇല്ല. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന സാധനം പിള്ളേർക്ക് അറിയത്തില്ല. മറ്റേ കാർത്തിയം പോയെന്നാ പറയുന്നത്. കാര്യം എന്താ, അന്ന് കാർത്തിയനായിരുന്നു മന്ത്രി, അന്ന് പറയായിരുന്നു കാർത്തിയം പോയെന്ന്. കാര്യം എന്താ, കറണ്ട് പോയെന്നാ പറയുന്നത്. ഇപ്പൊ അതില്ല, ഇപ്പൊ പറയാനില്ല. കൃഷ്ണൻകുട്ടി പോയെന്ന് പറയത്തില്ല, കാരണം പിള്ളേർക്ക് അറിയത്തില്ല. കറണ്ട് പോയില്ല, ഇപ്പൊ കറണ്ട് ഫുള്ള് കറണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഓരോ ഇന്ന് തന്നെ എത്ര പ്രാവശ്യം പോയെന്നാ? അങ്ങനെ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആര് ഭരിച്ചാലും എന്നുള്ളതല്ല. കറണ്ട് ഇവിടെ എത്ര പ്രാവശ്യം പോകും? എത്ര ദിവസം ഇവിടെ കറണ്ടില്ല? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര ദിവസം കറണ്ടില്ലായിരുന്നിട്ടുണ്ട്? അല്ലാണ്ട് മുമ്പൊക്കെ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞു അത് ഞങ്ങൾ എതിർക്കുന്നു. കാരണം കടവൂർ ശിവദാസൻ മന്ത്രി ആയിരിക്കുന്ന വൈദ്യുതി മന്ത്രി അങ്ങനല്ല. കടവൂർ ശിവദാസൻ വൈദ്യുതി മന്ത്രി പവർ കട്ടെന്നുള്ള പേരില്ല. ലോഡ് ഷെഡിങ് പക്ഷേ ഒരു കാറ്റടിച്ചാൽ മതി. മൺട്രോതുരുത്തിൽ കറണ്ടില്ലാത്ത ഒരു സാഹചര്യം നിലവിലുള്ളത്. പിന്നെ മൺട്രോതുരുത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മൺട്രോതുരുത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ശാന്തസുന്ദരമായ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഈ ശാന്തസുന്ദരം. ഇവിടെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിജീവനത്തിനുള്ള ഒരു തേരോട്ടത്തിലാണ് മൺട്രോത്തുരുത്തുകാർ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വേലിയേറ്റം കയറുന്ന ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 400ഓളം കുടുംബങ്ങൾ വേലിയേറ്റ സമയത്ത് രാത്രിയിൽ വെള്ളം കയറുകയും രാവിലെ അപ്പൊ രാത്രിയിൽ അവർക്ക് എങ്ങോട്ട് മാറി താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ രാവിലെ ആകുമ്പോൾ ഈ വെള്ളം ഇറങ്ങുമ്പോഴും ആ വീട് മൊത്തം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ 400ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട ഒരു പുനരധിവാസ പാക്കേജ്, അതൊക്കെ 10 വർഷം മുമ്പ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പിണറായി വിജയൻ ഇവിടെ വന്ന് വാക്ക് തന്നതാണ്. പക്ഷെ അത് ഇതുവരെ നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഇവിടെ മൺട്രോത്തുരുത്തിലെ പ്രദേശം എന്ന് വെച്ചാൽ എല്ലാം വെള്ളവും കുളവും തോടുകളും അടങ്ങുന്നതാണ്. ഇവിടെ CRZ ബാധകമായതുകൊണ്ട് ലൈഫിന്റെ വീട് കിട്ടിയാൽ തന്നെ അവർക്ക് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിന്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2015 LDFന്റെ പഞ്ചായത്ത് വന്ന് ഈ നടപടിക്രമങ്ങൾ, ഈ CRZുമായിട്ടുള്ള ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലുള്ള തീരുമാനങ്ങൾ
അവര് മറ്റു ചില തീരുമാനങ്ങൾ എടുത്തതോടുകൂടി ഇവിടെ CRSൽ പെട്ട ആർക്കും ഇപ്പൊ വീട്ടില് മുറ്റത്തൊന്ന് വെള്ളം കെട്ടിക്കിടന്ന ഇച്ചിരി മണ്ണിടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ LDFന്റെ പഞ്ചായത്ത് ഭരണസമിതി അതൊന്നും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ ഗവൺമെന്റിൽ ഇപ്പൊ 10 വർഷമായിട്ട് LDF ഗവൺമെന്റ് ഭരിക്കുകയാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഈ മൺട്രോത്തുരത്തിന് വേണ്ടി ഈ 10 വർഷം മുമ്പ് ഒരു പാക്കേജ് പറഞ്ഞ മുഖ്യമന്ത്രി അതൊന്ന് ചിന്തിക്കാൻ പോലും ഇതുവരെ ഈ മൺട്രോത്തുരത്തിന്റെ പാക്കേജ് തന്നെയാണോ അപ്പൊ ഇവിടെ മൺട്രോത്തുരത്തിന്റെ പാക്കേജ് പറഞ്ഞ റോഡിന്റെ കാര്യം, ഈ റോഡ് വൃത്തിയാക്കി അവർ ബാങ്കിന്റെ അടുത്തിരുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡ്, പിന്നെ അത് കഴിഞ്ഞ് പെരുമൺ പാലം, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു പേപ്പറോടെ കിട്ടി കഴിഞ്ഞാൽ അത് പിന്നെ വസ്തുവിന്റെ പൈസ എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് ഇപ്പം ടെൻഡർ ചെയ്യണം, അത് ഒരു പേപ്പർ കൊടുക്കണം. ഒന്നേ പാലം പണി തുടങ്ങി. അങ്ങനെ പിന്നെ പിണറായി 10 വർഷം കൊണ്ട് പറഞ്ഞതെല്ലാം സാധിക്കുന്നുണ്ട്. തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വാർഡിലെ സിറ്റിംഗ് വാർഡായ BJP മെമ്പർ ഭരിക്കുന്ന ഈ വാർഡിൽ തന്നെ ഒരു റോഡിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരുന്നു 10 വർഷമായിട്ട് ഈ പറയുന്ന പാലങ്ങൾ അല്ല വാക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് CRSന്റെ പേരില് അത് ആ റോഡ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. 10-20 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അത് CRSന്റെ പേരിലാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തടസ്സം നിന്നാണ് ഇവിടുത്തെ LDF ഗവൺമെന്റ്. അവിടുത്തെ ആരെയായിരുന്നു ബഹുമാനപ്പെട്ട കളക്ടർ എടുത്തു പോവുകയും എന്റെ വാർഡിലെ ഗുരുമന്ദിരം മുതൽ വല്യപാടത്ത് ഭാഗം വരെയുള്ള റോഡിന് ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ട് 10 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയും ആ പൈസ വെച്ച് വിനിയോഗിച്ച് അവിടെ റോഡ് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേര് എർത്തുമണ്ണടിച്ച് ഫില്ല് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അതിന്റെ സാഹചര്യത്തിൽ ഞാൻ ഇതിന്റെ വഴിക്ക് ബ്ലോക്കിൽ ഓഫീസർമാരെ കാണുകയും അവിടെ പോവുകയൊക്കെ ചെയ്ത് അവസാനം അവിടുന്ന് വന്ന് CRZ ആണെന്നും പറഞ്ഞ് CRZന്റെ പേരും പറഞ്ഞ് അത് മാറ്റി വെക്കുകയും പ്രശ്നമായതിന്റെ പേര് കളക്ടറെ കൊണ്ട് ആ വല്യപാടത്ത് ഭാഗത്തുള്ള 10 പേരെ CRSയുടെ പ്രശ്നം അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണല്ലോ. ചെറിയ ഒരു സ്വല്പ ഭാഗം ഒരു 10 മീറ്റർ പെൻഷൻ ഇപ്പൊ 18 മാസക്കാലമായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ അടക്കം ഈ ഗവൺമെന്റ് കൊടുക്കും. പെൻഷൻ കൂട്ടി പറഞ്ഞത് പെൻഷൻ എന്തോ കൂട്ടിയത്? പെൻഷൻ കൂട്ടി. ഞാൻ പറയട്ടെ, 18 മാസക്കാലമായിട്ട് നിർമ്മാണ തൊഴിലാളിക്കാർക്ക് പെൻഷൻ ഞാൻ പറയട്ടുണ്ടാവുന്ന അണ്ണം പറയുമ്പോ ഞാൻ അവസരം തന്നില്ലയോ? പെൻഷൻ കൂട്ടി. ഈ 18 മാസമായപ്പോ കൊടുക്കാത്തതിന് ഇപ്പൊ കോടികൾ ചെലവഴിച്ച് അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം 2000 ആക്കുമെന്ന് പറഞ്ഞ് 2000 ഞാൻ ഈ 2000 ആക്കിയപ്പോൾ ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അതിനുവേണ്ടി എത്രയോ പൈസയാണ് അവർ നികുതിയുടെ പേരിൽ വാങ്ങിച്ചത്. വെള്ളക്കരം കൂട്ടി, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, രജിസ്ട്രേഷൻ ഫീ വർദ്ധിപ്പിച്ചു. ഈ 2000 രൂപ പെൻഷനാക്കി. അതിൽ കോൺഗ്രസ് ഭരണകാലത്ത് എത്ര രൂപ കൂട്ടി? അതിനകത്ത് എത്ര രൂപ ഉണ്ട്? 2000 രൂപ പെൻഷനാക്കിയപ്പോൾ സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന രീതിയിൽ വീട് കരം, കറണ്ട് ബില്ല്, മറ്റ് എല്ലാ സമസ്ത മേഖലയിലും കൊള്ള. ഇനി കൊള്ളയടിക്കാൻ വേറെന്തുണ്ട്? ക്ഷേത്രങ്ങൾ വരെ കൊള്ളയടിക്കുക. ഈ സർക്കാർ എന്താണ് ഈ നാട്ടിൽ നടപ്പിലാക്കുന്നത്? ഒരു രൂപ പോലും കൊടുക്കുന്നില്ല. അവര് സഖാക്കന്മാരുടെ കീശ ഉപയോഗിക്കുന്നു. അയ്യോ ഇതൊരു വള്ളമാണ്. ലോക്കൽ സെക്രട്ടറി മുതൽ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ വരെയാണ് ഇവിടെ ഈ BJPക്ക് പറയാനുള്ളത് 60 വർഷം ഭരിച്ച കോൺഗ്രസും ഇടതുകക്ഷികളും ഈ രാജ്യത്ത് പുരോഗതി കൊണ്ടുവരാൻ പുരോഗതി നടപ്പിലാക്കിയിട്ടില്ല. 1 മിനിറ്റ് പുരോഗതി നടപ്പിലാക്കിയിട്ടില്ല. 11 വർഷം മോദി സർക്കാർ ഭരിച്ചപ്പോൾ രാജ്യത്തെ മാറ്റം എല്ലാ ജനങ്ങളും കാണുന്നതാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് ഭരിക്കാൻ അവസരം തന്നാൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര ഫണ്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ മൺട്രോത്തുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. മറുപടി പറയണം. ഇവിടെ തിരുവനന്തപുരത്ത് MLA ഉണ്ടായിരുന്നു. അവിടെ 5 വർഷം തിരുവനന്തപുരത്ത് MLA ഉണ്ടായിരുന്നു, രാജഗോപാൽ. എന്നിട്ട് 5 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റി? അവിടെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹം തോറ്റി. അതുകൊണ്ട് 5 വർഷം അദ്ദേഹം ഒന്നും ചെയ്യാതിരുന്നോണ്ടാണ് അടുത്ത ഈ മൺട്രോത്തുരത്തിൽ ഈ 3 BJP മെമ്പർമാരുടെ വാർഡിലും 1 രൂപ പോലും കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്നിട്ടില്ല. അവരാകെ ചെയ്തത് ഒരു മെമ്പറുടെ വാർഡില് നാട്ടുകാരുടെ കീശയിൽ നിന്ന് പിടിച്ച പൈസ വെച്ച് ഒരു പാലം കൊണ്ടു, ഒരു റോഡ് കൊണ്ടുവന്നു. കമ്മ്യൂണിസ്റ്റോടാണ് ഇവിടെ ഭരിച്ചത്. 65 വർഷം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോട് ഇവിടെ ഭരിച്ചത് എന്ത് കൊണ്ടുവന്നു? എന്താണ് എന്ത് പ്രവർത്തനമാണ് ഇവിടെ കൊണ്ടുവന്നത്?
ജനങ്ങളുടെ മൂന്ന് മെമ്പർമാരുണ്ടെങ്കിൽ നമ്മളൊരു വള്ളത്തിലാണ് എന്നെ വെള്ളത്തിലാക്കരുത്. ഓ രാജഗോപാൽ ജയിച്ച MLA 5 വർഷം കഴിഞ്ഞിട്ട് അവിടെ ജയിച്ചില്ല. ഞങ്ങള് എങ്ങ ഇവിടുത്തെ കാര്യം അയാൾ എന്തോ ചെയ്ത് അയാൾ സ്വന്തം ചെയ്തെന്ന് പറയട്ടെ. ഇവിടുത്തെ കാര്യം ജലവിനെ പറഞ്ഞു വികസനം ചെയ്ത ഞങ്ങൾ പറഞ്ഞത് ഈ റോഡ് നമ്മുടെ ബാങ്കിന് പറഞ്ഞ പെരുമന്താനം ഒന്നേക്കാലം ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ മൺട്രോത്തുരുത്തിന്റെ വിഷയമാണോ അതോ സംസ്ഥാന വ്യാപകമായി ഉയർന്ന മറ്റു വിഷയമാണോ? അതാണ് പ്രധാന ഇടതുപക്ഷത്തിന്റെയും BJP ഭരിച്ചു. BJP പറഞ്ഞു അധികാരം 3 വാർഡുകൾക്ക് BJP മെമ്പർമാരായി. ചരിത്രത്തിൽ 57 റെയിൽവേക്ക് വന്ന സ്ഥലത്ത് ഒരു പാലം ഉണ്ടാക്കാൻ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. BJPയുടെ മെമ്പർ വരേണ്ടി വന്ന് ഇവര് പറഞ്ഞത് ഞങ്ങൾ BJPയുടെ ഒരു മെമ്പറെങ്കിലും അധികാരത്തിൽ വന്നാൽ കേന്ദ്ര ഫണ്ട് നേരിട്ട് കൊണ്ടുവന്ന് ചെലവഴിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഈ 3 പറഞ്ഞു തരട്ടെ അങ്ങനെ ഒരു നമ്മള് അത് ആഹാരം കഴിക്കുന്ന ഒരാളും വിശ്വസിക്കുന്നത് അറിയത്തില്ല, പാവപ്പെട്ട ജനത്തിന് അറിയത്തില്ല. BJP ഭരണത്തിൽ കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ രീതിയിൽ സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരും. അത് പ്രധാനമായും ടൂറിസത്തിന്റെ ഈ പറയുന്ന പിന്നെ 3 മെമ്പർമാർ എന്തോ ചെയ്തെന്ന് 3 മെമ്പർമാർ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനം 57 റെയിൽവേ വരുന്നത്. ഈ 57 റെയിൽവേക്ക് ശേഷം ആദ്യമായിട്ട് ആ ജനങ്ങൾക്ക് ഒരു റോഡ് ഉണ്ടാക്കി കൊടുത്തു BJP മെമ്പർ. വാക്ക് പാലിച്ചു. വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണത്തില് ബാധിച്ചത് മാത്രമല്ല ഒന്നും ചെയ്യാൻ ഈ 2 പാർട്ടിക്കാരും സമ്മതിച്ചില്ല. ഇവിടെ പ്രസിഡന്റ് UDFന്റെ ഇരിക്കുന്നതെന്നല്ലാതെ അവരെ അവിടെ ഇരുത്താനല്ലാതെ ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ ഈ 2 ഭരണക്കാരൂടെ ചേർന്നുകൊണ്ട് സമ്മതിച്ചില്ല. വ്യക്തമായ അപ്പൊ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിയാൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് കോൺഗ്രസ്. തീർച്ചയായിട്ടും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയാൽ 6 മാസം കഴിയുമ്പോൾ കേരളത്തിന് ഭരണം മാറും. ഒരു സംശയമില്ല. അന്ന് മൺട്രോത്തുരുത്തിന്റെ ഭാവിയിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ആലോചിച്ച് ഞങ്ങൾ നടപ്പിലാക്കും. ഒരു സംശയം കാര്യത്തിൽ എന്ത് പറയുന്നത്? 60 വർഷം ഈ പഞ്ചായത്ത് 2 പേരും ഭരിച്ചല്ലോ. എന്തോ ചെയ്തു ഇവിടെ? 60 വർഷം ഭരിച്ച ഇവരെന്തോ ചെയ്ത്? ഇവരെ കൊണ്ട് ഒരു വികസനം നടക്കത്തില്ല. ഇവരെ കൊണ്ട് വികസനം നടക്കത്തില്ല. ഇവരെ കൊണ്ട് ഒരു കാരണവശാലും വികസനം നടപ്പിലാക്കാൻ കഴിയത്തില്ല. അതിനുള്ള ആംബിയർ ഇവർക്കില്ല. ദൈവം പറഞ്ഞ 5 വർഷം കൊണ്ട് വികസനം കൊണ്ടുവരുമെന്ന്. 5 വർഷം ഉമ്മൻചാണ്ടി ഇരുന്ന് മൺട്രോത്തുരുത്തി എന്തോ വികസനം കൊണ്ട് ടൂറിസ്റ്റ് സ്പോട്ട് ഇവിടെ ആയതിന്റെ ഉദാഹരണമാണ് ആ കാണുന്ന റോഡ്. 29 ലക്ഷം രൂപ അന്ന് ബാബു മിനിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനകത്ത് ബാബു മിനിസ്റ്റർ തന്നെയാണ്. ആ ഫണ്ട് വെച്ചാണ് ഫിഷറീസ് മന്ത്രി തന്നതാണ്. അതിനുശേഷം 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് CPM കൊണ്ടുവന്ന് ചെയ്തതാണ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു വികസനവും ടൂറിസ്റ്റായിട്ട് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബോട്ടിയേറ്റി ഉണ്ടായിരുന്നു. ആ ഫ്ലോട്ടിംഗ് ബോട്ടിയേറ്റി എടുത്തോണ്ട് പോയി. അപ്പൊ DTPCയും ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് മൺട്രോത്തുരുത്തിനോട് ഒരു ചിറ്റമനയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മൺട്രോത്തുരുത്തിന്റെ വികസനം പറഞ്ഞു തന്നെയാണ് പ്രധാനമായും ഇവിടെ വോട്ട് നടക്കുന്നത്. അപ്പൊ എന്തായാലും മൺട്രോത്തുരുത്തിനെ സംബന്ധിച്ച് മൺട്രോത്തുരുത്തിന്റെ അടിസ്ഥാന വികസനം, മൺട്രോത്തുരുത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അത് ഉയർത്തിയാണ് ഏറ്റവും പ്രധാനമായും പ്രചരണം നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഉയർന്നു കേൾക്കുന്ന വിഷയങ്ങളും വലിയ ചർച്ചയാണ്. എന്തായാലും ഈ വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ വീഴാതെ എനിക്ക് എങ്ങനെയെങ്കിലും കര പറ്റിയാൽ മതി, അത്രമാത്രം ചൂടുപിടിച്ച ചർച്ചയാണ് മൺട്രോത്തുരുത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് പോകാം. വള്ളം കരയിലോട്ട് അടുക്കട്ടെ.